ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ബിൻഷ നോബിൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, നമ്മളിന്ന് റോസ്മേരി വാട്ടർ വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ പറയുന്നത് നമ്മളെ ഹെയർ നന്നായിട്ട് തന്നെ ഗ്രോ ആവാൻ, അതുപോലെ തന്നെ നമ്മളുടെ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് മാറ്റിയെടുക്കാനും പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനൊക്കെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കിടു സംഭവം കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോണ റോസ്മേരി എന്ന് പറയുന്ന സംഭവം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇനി ആരെങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ്. അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, ചിലർക്കൊക്കെ ഒന്നും അറിയുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മളുടെ റോസ്മേരി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, കാരണം യൂട്യൂബിലൊക്കെ ഇത് വൈറലായിട്ട് എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ ഈ റോസ്മേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 2 സ്പൂണാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ടീസ്പൂണാണ് നമ്മൾ റോസ്മേരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹെയർ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം എടുക്കാം കേട്ടോ. കാരണം ഹെയർ ഇപ്പോൾ നല്ല ലോങ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി അളവ് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റോസ്മേരി ഒക്കെ എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത് നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവരാരെങ്കിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. എന്താ പറയുക, താരനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറി നന്നായിട്ട് തന്നെ മുടി ഗ്രോ ആവാനും അതുപോലെ തന്നെ പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോം റെമഡിയാണ് കേട്ടോ. ഹോം റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി, ഇതിലും ബെസ്റ്റ് വേറെ ഒന്നുമില്ല, അത്രയും നല്ലൊരു എല്ലാവരും ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് നമ്മളെ ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിനി എന്താ പറയുക, ഫ്ലെയിം ഇപ്പോൾ നല്ല കൂട്ടിയിട്ടല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കത് സിമ്മിലിട്ടുകൊണ്ട് തന്നെ നമുക്കത് തിളപ്പിച്ചെടുക്കണം. കാരണം അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിയിട്ടില്ല, നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിയിൽ പോകും കേട്ടോ ഈ ഒരു ഈ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടിയിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കത് സിമ്മിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റോസ്മേരി വാട്ടർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഇനി നമുക്ക് എന്താ പറയുക ഏതെങ്കിലും ബോട്ടിലേക്ക് നമുക്കത് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളിതാ റോസ്മേരി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ട് നമ്മളിതാ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കത് കയ്യിലെടുത്തിട്ട് തലയിൽ യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് തന്നെ ഇതിലാക്കി എന്നുള്ളൂ കേട്ടോ. അപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അതങ്ങനെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ എന്താ പറയുക നന്നായിട്ട് തന്നെ നമുക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക സ്പ്രേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അതിനു മുൻപ് നിങ്ങളുടെ എന്താ പറയുക ഹെയറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തി എന്താ പറയുക നല്ല ഡ്രൈ ഒക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് എണ്ണ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ കുറച്ചിട്ടിട്ട് നമ്മളെ മുടി നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്തി റെഡിയാക്കാം കേട്ടോ.
കുറച്ച് ആ ഡ്രൈനസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൽപ്പിലേക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൽപ്പിലേക്ക് തന്നെ മുടിയിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല, എന്നാലും സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ചെയ്യാം കേട്ടോ. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനും എളുപ്പത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇതൊരു ടോണർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ഡെയിലി യൂസ് ചെയ്യുന്ന അത്ര ഒരു ഇതില്ല കേട്ടോ. ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയാ, ടോണറായിട്ടാണെങ്കിൽ 1.5 നമുക്ക് യൂസ് ചെയ്യാം. അറ്റിച്ചിട്ടാണെങ്കിൽ എന്താ പറയാ, ഒരു 3 days കൂടുമ്പോൾ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും നന്നാവുക. ഞാനിപ്പോൾ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും അടിപൊളി സംഭവമാണ് അത്. നമുക്ക് എന്താ പറയുക, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇത് നല്ല അലർച്ചയോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക, കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് നോക്കുക, തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം തലയിൽ വെച്ചിട്ട്, ഇപ്പം നിങ്ങൾ വല്ല തലവേദന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് നേരം ഒരു 5 minute ഒക്കെ വെച്ച് നോക്കുക. അതിന് ശേഷം കഴുകിയിട്ട് കളഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക. അപ്പോൾ ഇതാ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിലൊക്കെ അപ്ലൈ ചെയ്യട്ടെ. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട്. ടോണറൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ നൈറ്റൊക്കെ എന്താ പറയുക യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് നനയണ പോലെ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എല്ലാ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് നൈറ്റ് അങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും ടോണറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. മറ്റേത് നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ടൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 minute ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യണത് തന്നെയാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ. ഇതേപോലെ നമ്മൾ എന്താ ചെയ്തിട്ട് അന്ന് തന്നെ കഴിയാം. 3 ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണ കാരണം കേട്ടോ ഈ ഒരു ശബ്ദം. ഇപ്പം ഇതാട്ടോ നമ്മൾ ഹെയറിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കാൽപ്പിലും അതുപോലെ തന്നെ എല്ലായിടത്തും അത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തിട്ട് നമ്മളിതാ റോസ്മേരി വാട്ടർ കൊണ്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ, അതായത് ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ. എല്ലാം താളിയും അതുപോലെ തന്നെ അങ്ങനെ മൈൽഡ് ഷാമ്പൂ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. താളിയൊക്കെ ആകും കുറച്ചും കൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി അതുപോലെ തന്നെ അങ്ങനെയുള്ള താളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ചാച്ചാ.